ലോകത്ത് മനുഷ്യൻ പിറന്നു വീണ കാലം മുതൽ ഇന്നും ഇപ്പോഴും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നത് വിശപ്പ് എന്നതാണ്. എല്ലാ കാലത്തും ഉള്ളൊരു പ്രശ്നമാണത്. എന്നേക്കുമായി ശാശ്വതമായൊരു പരിഹാരം എന്നത് ജീവിച്ചിരിക്കുമ്പോൾ അതിന് പറ്റുകയില്ല. ഭക്ഷണം ഉണ്ടെങ്കിലേ മതിയാവുള്ളൂ. ആ ഭക്ഷണത്തിൻ്റെ 95% കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഇതാണ് കൃഷിയുടെയും കർഷകൻ്റെയും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ നേരിട്ട് പഠിച്ചെടുത്ത ഒന്നാണ് കൃഷി എന്നത്. ആ കൃഷി കണ്ടുപിടിച്ചിട്ടാണ്ട് ഒരു 10,000 വർഷങ്ങൾ അല്ലെങ്കിൽ ഒരു 15,000 വർഷങ്ങളുടെ കണക്കാണ് പറയുന്നത്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ ജനസംഖ്യ 50 ലക്ഷം എന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും അത് ഏതാണ്ട് 970 കോടിയിലേക്ക് എത്തും എന്നും കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭക്ഷണ ഉൽപ്പാദനത്തിൻ്റെ രീതിയിൽ നിന്ന് ഒരു 60 മുതൽ 70% വരെ എങ്കിലും വർദ്ധിച്ചെങ്കിൽ മാത്രമേ 2050 ഈ ഇത്രയും മനുഷ്യരുടെ ഭക്ഷണ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുള്ളൂ. ഭക്ഷണം ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 95% ഭക്ഷണത്തിനും കൃഷി ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കർഷകൻ്റെ കഠിനാധ്വാനമാണ് വിശക്കുന്ന വയറിൻ്റെ പരിഹാരം എന്ന് എല്ലാവരും അറിയുന്നുണ്ട്. അങ്ങനെ അറിയുമ്പോൾ അതുമായി ചേർന്ന് നിൽക്കാനും അവർക്ക് പ്രോത്സാഹനവും പിന്തുണയും കൊടുക്കാനും പരിഷ്കൃത സമൂഹത്തിന് ഉത്തരവാദിത്വവും ബാധ്യതയുമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൻ്റെയും ബാധ്യതയുടെയും മുന്നണിയിൽ കൈരളി നിൽക്കുന്നു എന്നുള്ളതാണ് കൈരളിയുടെ ഖദർ അവാർഡിൻ്റെ മെച്ചവും മേന്മയും എല്ലാം. സമൂഹത്തിൽ നിന്ന് ഏറ്റവും പ്രമുഖരായ കർഷകരെ കണ്ടെത്തി ഈ അവാർഡ് അവരിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ അവാർഡിൻ്റെ ഓരോരുത്തരുടെയും ചിത്രങ്ങളും അവരുടെ വീഡിയോ ദൃശ്യങ്ങളും എല്ലാം കാണുമ്പോൾ ഞാൻ പറഞ്ഞു, ഇവർക്കെല്ലാം പിന്നീടും മറ്റ് പലയിടങ്ങളിൽ നിന്നും അവാർഡ് ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തി. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് ഈ അവാർഡ് ജേതാക്കളിലേക്ക് കൈരളി എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൈരളിയുടെ കതിരിൽ പതിരില്ല എന്ന് ഓരോ അവാർഡും തെളിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇക്കൊല്ലവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പിക്കാം. ഈ കർഷകൻ ആരോഗ്യത്തോടെ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ആരോഗ്യം ഭദ്രമാവുകയുള്ളൂ. പണ്ട് ഞങ്ങളൊക്കെ സ്കൂൾ കോളേജ് ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ കേൾക്കുന്നൊരു വാചകം, ഇന്ത്യയുടെ ഭാവി രൂപപ്പെട്ടു വരുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്നായിരുന്നു. അത് കോത്താരി കമ്മീഷൻ്റെ വിഖ്യാതമായ ഒരു വാചകം ആയിരുന്നു. ഇന്ന് ഒരു നാടിൻ്റെ ഭാവി അറിയാൻ എങ്ങും പോയി ഹസ്തരേഖാശാസ്ത്രത്തിൻ്റെ മുമ്പിൽ പോയി കൈ കൊടുത്തു നോക്കേണ്ട, കൈ നീട്ടിക്കാണിക്കേണ്ട കാര്യം ഒന്നുമില്ല. ഒരു നാടിൻ്റെ ഭാവി എങ്ങനെയാണ് എന്നറിയുന്നതിൽ അതിനകത്തെ ആ ഭാവിയെ ഏറ്റവും പ്രമുഖമായി സ്വാധീനിക്കുന്നതിലൊന്ന് ആരോഗ്യം കൂടി ആകുമ്പോൾ നമ്മുടെ ഭാവി നമ്മുടെ മണ്ണിലാണ് എന്ന്, നമ്മുടെ ഭാവി നമ്മുടെ കൃഷിയിലാണ് എന്ന് നമുക്ക് ഉറപ്പായും കരുതാൻ കഴിയും. ഞാൻ രാവിലത്തെ ഒരു മീറ്റിങ്ങിൽ ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ MV പിള്ളയോടൊപ്പമായിരുന്നു ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹം കേരളത്തിൻ്റെ ഓരോ മേഖലയെക്കുറിച്ചും പറഞ്ഞു. ഓരോ മേഖലയിലും പ്രത്യേകമായി ചില ക്യാൻസർ രോഗങ്ങളുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ ആലപ്പുഴയിൽ, ചേർത്തലയിൽ, കുട്ടനാട്, മൂവാറ്റുപുഴയ്ക്കും തൊടുപുഴയ്ക്കുമുള്ള പ്രത്യേകത, മലപ്പുറത്തിന്, കാസർഗോഡിന്, ഓരോ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ഭാഗങ്ങളിലുള്ള ക്യാൻസർ രോഗങ്ങൾക്ക് കൂടുതൽ കാണുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞെട്ടലോടുകൂടി പലതും കേട്ടിരിക്കുകയായിരുന്നു. 30-35% വരെ ക്യാൻസറിൻ്റെ കാരണം നമ്മുടെ ഭക്ഷണവും ജീവിതശൈലിയുമാണ് എന്ന് പറയുന്നിടത്ത് ഒരു തിരുത്തൽ അനിവാര്യമായി വന്നിരിക്കുകയാണ്. വേറെ എല്ലാ കാര്യത്തിലും താല്പര്യം കാണിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ മാത്രം ഒരു താല്പര്യം കാണിക്കാൻ പറ്റുന്നതേ ഇല്ല? വളരെ ഗൗരവതരമായ ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് കൃഷിയുടെ കാര്യത്തിനകത്തെല്ലാം ഒരു ഗൗരവതരമായ ഇടപെടൽ അനിവാര്യമാണ് എന്ന് പറയുന്നത്. കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ ആരാണ്? ചില മീറ്റിങ്ങുകളിലെല്ലാം ചോദിക്കുമ്പോൾ കുറച്ച് പേരുടെ കൈകൾ മാത്രം ഉയർന്നു പൊന്തി നിൽക്കുന്നത് കാണാം. കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സർക്കാർ ആനുകൂല്യം കൈപ്പറ്റുന്നതായിരിക്കും പലരും വിചാരിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിൽ കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവരാണ്. ഭക്ഷണം വേണ്ടാത്ത ഒരാളെ പോലും ഞാൻ ഇതുവരെയും കണ്ടിട്ടേയില്ല. അതിൻ്റെ അർത്ഥം കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റാത്ത ഒരാളെ പോലും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ്. ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിൽ കൃഷിയുടെ ആനുകൂല്യം നമ്മളെല്ലാം കൈപ്പറ്റുന്നുണ്ട്. കൃഷി ചെയ്യുന്നില്ല എങ്കിൽ പോലും ആ കർഷകൻ ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക?
അതുകൊണ്ടാണ് കൃഷിക്ക്, കർഷകന് കൈരളി പ്രഥമ പരിഗണന നൽകുന്നു എന്ന് പറയുന്നത്. അതൊരു നിലപാടാണ്. ആ നിലപാടിൽ അതിൻ്റേതായ ഒരു രാഷ്ട്രീയവും അടങ്ങിയിട്ടുണ്ട്. കൃഷിഭൂമി കർഷകനെന്ന മുദ്രാവാക്യം വെറുതെ ഉയർന്നു വന്ന ഒന്നല്ല. ബിഷപ്പിന് വിലയിടാൻ വേറെ ആരുടെയും കൈകളിലേക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കരുത് എന്ന ചിന്ത തന്നെയാണ് കൃഷിഭൂമി കർഷകൻ്റെ കയ്യിലിരിക്കണം എന്നൊരു ചിന്തയിലേക്ക്, അതൊരു മുദ്രാവാക്യമായി രൂപപ്പെടുന്നതിലേക്കെല്ലാം എത്തിയത്. ശ്രീ മമ്മൂട്ടിയുടെയൊക്കെ വാക്കുകൾ നമ്മുടെ എല്ലാം മനസ്സുകളിലേക്ക് മുമ്പും കയറിയിട്ടുള്ളതാണ്. എത്രയെത്ര കഥാപാത്രങ്ങളെ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടയിലെ മണികണ്ഠനും പുഴുവിലെ കുട്ടനും കാതലിലെ മാത്യു ദേവസിയും മലയാളി മറക്കാത്ത, മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും, നേരത്തെ സഖാവ് വിജയരാഘവൻ പറയുകയായിരുന്നു, ആന്ധ്രയിൽ ചെന്നപ്പോൾ അവിടെ അവർ അദ്ദേഹത്തിൻ്റെ പുതിയ പടത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നെന്നും. മലയാളത്തിൻ്റെ മഹാനടൻ എന്ന് വിളിക്കാൻ പറ്റില്ല, മലയാളത്തിനപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞ ഒരു മഹാനടൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അതെല്ലാം കയറി വരിക തന്നെ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈക്കിളപ്പയും ജെയിംസും സുന്ദരവും എല്ലാം മനസ്സിലുണ്ടെങ്കിലും ഞാനൊക്കെ എൻ്റെ നാട്ടുകാരനെ, എൻ്റെ വീട്ടുകാരനെ കണ്ടത് ഇവിടെ നേരത്തെ ശ്രീ IB സതീഷ് പറഞ്ഞതുപോലെ മേലേടത്ത് രാഘവൻ നായരിൽ ആയിരുന്നു. ഞങ്ങൾ കണ്ട എൻ്റെ ഒരു നാട്ടുകാരനെ, എൻ്റെ ഒരു വീട്ടുകാരനെ, ചിരപരിചിതമായൊരു മുഖത്തെ, ചിരപരിചിതമായൊരു രൂപത്തെ കണ്ടത് മേലേടത്ത് രാഘവൻ നായരാണ്. മലയാളിക്കൊരിക്കലും മടുക്കാത്ത ഒരുപാട് കഥാപാത്രങ്ങളെ 50 വർഷം കൊണ്ട് ഈ മണ്ണിലേക്ക് അവതരിപ്പിച്ച് ഇപ്പോഴും ഒരു സിനിമ കഴിഞ്ഞപ്പോൾ പറഞ്ഞ അടുത്ത സിനിമയും തുടങ്ങിയിട്ടാണ്. കന്യാകുമാരിലൊരു സിനിമയുണ്ടെന്ന് ചോദിച്ചു, പത്രത്തിൽ വാർത്തയിൽ, അതൊക്കെ തീർന്നു, അടുത്ത ഞാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെയും ഒരു അവാർഡ്, അദ്ദേഹവും കൂടി തിരഞ്ഞെടുത്ത ഒരാൾക്ക് ഒരു അവാർഡ് നൽകുന്നുണ്ട് എന്നുള്ളത് കൈരളിയുടെ കതിരിനെ പൊൻകതിരാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കൈരളിക്ക്, വിശിഷ്യ അതിൻ്റെ നായകൻ ശ്രീ മമ്മൂട്ടിക്ക് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഭാഗമായി നേർന്നുകൊണ്ട് ഈ പരിപാടി, മനോഹരമായ ഈ അവാർഡ് സമർപ്പണ വേള, ഈ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.